നമ്മുടെ നാട്ടിൽ ഈ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ. ഇവരെല്ലാം ഒരു നിലക്കിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഈ ലോൺ ആപ്പുകൾ. എത്ര പാരൻസിനും അതേപോലെ തന്നെ എത്ര അധ്യാപകർക്കും ഈ കുട്ടികൾ ഇങ്ങനെ ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്നതും അവർ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ലോണുകൾ എടുക്കുകയും അതേപോലെ തന്നെ ഈ EMI അകപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം. ഇപ്പോൾ കണ്ണൂർ നടന്നിട്ടുള്ള നിതിൻ രാജിന്റെ ആത്മഹത്യ, അതിൽ ഇപ്പോൾ നോയിഡയിൽ നിന്ന് ഏകദേശം 3 ഈ പറയുന്ന ലോൺ ആപ്പുകളുടെ ആൾക്കാരെ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്തും നമ്മൾ ആരെങ്കിലും നമ്മുടെയൊക്കെ മക്കൾ ഡിഗ്രിക്കും പി ജിക്കും എസ്പെഷ്യലി കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോൺ ആപ്പുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോക്കറ്റ് മണി ആപ്പുകൾ ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പറയുന്നൊരു വേർഡ് എന്ന് പറയുന്നത് ലോൺ ആപ്പുകൾ എന്നുള്ളതാണ്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് ലോൺ ആപ്പുകൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്നത് പോക്കറ്റ് മണി ആപ്പുകൾ എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. അതായത് ഇപ്പോൾ ഡെയിലി വീട്ടിൽ വന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവന് പുറത്തുനിന്നുള്ള ഫുഡ് അടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കുറവ് എന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലെയൊക്കെയുള്ള സിറ്റികളിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സിറ്റി ഒന്നും വേണ്ട, കേരളം മൊത്തത്തിൽ ഒരു സിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ബേസിക്കലി ഈ പറയുന്ന പോക്കറ്റ് മണി ആപ്പുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നത്. അതായത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോക്കറ്റ് മണി ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NBFCകളുടെ സഹായത്തോടു കൂടെയാണ് ഈ ആപ്പുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ID കാർഡുകൾ വെച്ചിട്ട് പോക്കറ്റ് മണി ആപ്പുകൾ ലോൺ നൽകും. അത് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 2000 മുതൽ 3000 രൂപയാണ് ആദ്യത്തെ ഒരു ലോണായിട്ട് നൽകുക. അപ്പോൾ ആ 2000 അല്ലെങ്കിൽ 3000 രൂപ ഇവർ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിറ്റ് സ്കോർ കൂടും. ക്രെഡിറ്റ് സ്കോർ കൂടുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്ന ഒരു കാര്യം, ആദ്യം 2000-3000 ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ പിന്നെ 7000 10,000 കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കുട്ടികൾ വീണ്ടും അത് പോയി എടുക്കും. അപ്പോൾ 2000-3000 ഒക്കെ എടുക്കുന്ന ഒരു കുട്ടിക്ക് ഏകദേശം 6 അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഏകദേശം 100-150 ഒക്കെ വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇത് ഈസി ആയിട്ട് അടച്ചു പോകാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണിന്ന് കുറച്ച് എന്തെങ്കിലും കൊടുത്തിട്ട് തന്നെ ഇവർക്ക് ഇത് അടച്ചു പോകാൻ പറ്റും. അപ്പൊ ഇവർക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളിൽ പേരൻസിനോട് ചോദിക്കാൻ മടിയുള്ള ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇത് പേരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 1000 വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ള തോന്നലുകളിലും ഇങ്ങനത്തെ ഒക്കെ ഏരിയകളിൽ ഇപ്പൊ പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സില്ലി സംഭവമാണ്, അതിനെന്തിനാണ് ഇവനൊരു കാശ് കൊടുക്കുന്നത്, അതിന് കിട്ടില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലാണ് ഇവർ ഈ 2000 അല്ലെങ്കിൽ 3000 രൂപയൊക്കെ ഈ പോക്കറ്റ് മണി ആപ്പുകളിൽ നിന്ന് എടുക്കുന്നത്. ഇതിന് ഒടുക്കത്തെ പലിശയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആപ്പ് ലോൺ ഇവർ എന്ത് ചെയ്യും? ഇവർ EMIയിലോട്ട് കൺവേർട്ട് ചെയ്യും. ചില ആൾക്കാർ അത് മൊത്തത്തിൽ അടച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ ജോലിയൊക്കെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഇവർ അടച്ചു കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 100-150 രൂപയൊക്കെ ഇട്ടിട്ട് 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒക്കെയുള്ള EMI ആയിട്ട് ഇതിന് കൺവേർട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണിന്ന് ഇവരെന്ത് ചെയ്യും? ഒരു 150 രൂപ ഈ EMIയിലോട്ട് ഇട്ടിട്ട് ആ എടുത്തിട്ടുള്ള ലോൺ അങ്ങ് തീർക്കും. എന്നിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഇവരുടെ ക്രെഡിറ്റ് സ്കോർ കൂടും. ക്രെഡിറ്റ് സ്കോർ കൂടുന്ന സമയത്ത് അടുത്തതായിട്ട് ഇവർക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാശ് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നേ സക്സസ്ഫുൾ ആയി അടച്ച എക്സ്പീരിയൻസ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് കൂട്ടിയെടുക്കാൻ തുടങ്ങും. അതായത് 6000 അല്ലെങ്കിൽ 7000 മുതൽ 10000 വരെയുള്ള എമൗണ്ട് സെക്കൻഡ് ഗഡുവായിട്ട് ഇത്തരം ആപ്പുകൾ കൊടുക്കും. അങ്ങനെ ഈ 6000 മുതൽ 3000 വരെ രൂപ എടുക്കും. ഇങ്ങനെ എടുക്കുന്ന പൈസയിലാണ് പിന്നീട് ഇവർ ട്രാപ്പ് ആവാൻ പോകുന്നത്. അതായത് ആദ്യം 150 രൂപ വെച്ച് അടയ്ക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ പിന്നീട് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ടോ ഇവർ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ ചെറിയ കാശ് കൊണ്ടോ ഇവർക്ക് ഡെയിലി ഇത് അടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരും. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത പോക്കറ്റ് മണി ആപ്പിൽ നിന്ന് ഇതിൻ്റെ EMI അടക്കാനുള്ള കാശ് എടുക്കും. എന്നിട്ട് അടുത്ത പോക്കറ്റ് മണി ആപ്പിൽ നിന്ന് എന്ത് ചെയ്യും? ഇവർ കാശ് എടുത്തിട്ട് ഇതടക്കും. പിന്നെ ഇതൊരു സൈക്കിളായിട്ട് അങ്ങ് പോകും.
ഇതൊരു സൈക്കിളായിട്ട് പോവും. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരു ആപ്പിൽ 6000, വേറൊരു ആപ്പിൽ 7000, മറ്റൊരു ആപ്പിൽ വീണ്ടും ഒരു 7000, ഇങ്ങനെ ഒരു 10-30,000 രൂപയുടെ കടക്കാരനായിട്ട് ഒരു വിദ്യാർത്ഥി മാറും എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഇവർക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്താണ് ഈ പോക്കറ്റ് മണി ആപ്പുകളിൽ നിന്നും അടുത്തതായിട്ട് ഇവർക്ക് കോൾ വരും. ഇവരെ ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും, പിന്നെ ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതേപോലെ തന്നെ ഇത്തരം ആപ്പുകൾ ഇവരുടെ എല്ലാ രഹസ്യ വിവരങ്ങളും ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവും മിക്കവാറും. ഇത് വെച്ചിട്ടുള്ള ഭീഷണികൾ വരും. ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത സന്ദർഭത്തിലാണ് പല ആൾക്കാരും ഈ ആത്മഹത്യയിലേക്കും ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് സാധാരണയായിട്ട് ബേസിക്കലി ഈ ആപ്പുകൾക്കിടയിൽ സംഭവിക്കുന്നത്. ഇത് RBIയുടെ ഗൈഡ് ലൈൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്രൂവലുള്ള ആപ്പുകളാണോ എന്നൊന്നും വിദ്യാർത്ഥികൾ സാധാരണ നിലയ്ക്ക് ചെക്ക് ചെയ്യില്ല. ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, അവർക്ക് അവരുടെ അപ്പത്തെ ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ പറ്റുന്നു എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്, ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ജോലിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് എവിടെന്നെങ്കിലും വേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം അവസരങ്ങളിൽ ആൾക്കാർ അത് യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് അത് അപ്പം തന്നെ തിരിച്ചടച്ച് അതിന്ന് റിലീവ് ആവാറാണ് ചെയ്യാറ്. പക്ഷേ ചില ആപ്പുകൾ അവിടെയും ആൾക്കാരെ ട്രാപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ID കാർഡ് വെച്ച് അവരുടെ യൂണിവേഴ്സിറ്റി ID കാർഡ് അല്ലെങ്കിൽ കോളേജ് ID കാർഡ് വെച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു അവസ്ഥ ഒന്ന് നോക്കിയേ. ഈ പൈസകളൊന്നും ശരിക്കും കൊടുക്കുന്നത് ആപ്പുകളല്ല. ആപ്പുകൾക്ക് പൈസ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ആപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് എൻഡ് മാത്രമാണ്. അതിൻ്റെ പുറകിൽ ഏതെങ്കിലും NBFCs ഉണ്ടാവും. ഈ NBFCs ആണ് ഇവർക്ക് കാശ് കൊടുക്കുന്നത്, അതായത് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. അപ്പോൾ RBI ഗൈഡ് ലൈൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ RBIൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള NBFCs ആണോ ഇത് എന്നുള്ളത് ഒന്നും ആൾക്കാർ ചെക്ക് ചെയ്യത്തില്ല. സാധാരണ ബാങ്കുകൾ എന്തായാലും ഇത് ചെയ്യത്തില്ല. ബാങ്കുകളിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് സ്കോറും അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ വന്ന് പോകുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഇയാൾക്ക് തിരിച്ചടക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള എമൗണ്ട് മാത്രമായിരിക്കും ബാങ്ക് സാധാരണയായിട്ട് ലോൺ കൊടുക്കുക. പക്ഷേ ഈ പറയുന്ന ആപ്പുകൾ അങ്ങനെയല്ല. കാരണം ഇവർക്ക് തൊഴിലില്ല എന്നുള്ളത് ഈ ആപ്പുകാർക്കും അറിയാൻ പറ്റും. കാരണം യൂണിവേഴ്സിറ്റിയുടെ കോളേജിന്റെ ID വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾക്കും അവയർനെസ് ഉണ്ടായിരിക്കണം, പാരൻസിനും അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. തുടക്കത്തിൽ ഫ്രീ ആയിട്ട് കുറച്ച് കാശ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നു, പിന്നെ കുറച്ച് തിരിച്ചടക്കുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇത് എടുക്കുന്നത്. ലോൺ എടുക്കുകയാണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പരസ്യങ്ങളാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിലുള്ള ചർച്ചയിലാണെന്നുണ്ടെങ്കിലൊക്കെ വരുന്നത് വളരെ ഈസി ആയിട്ട് കൂടുതൽ സ്ട്രെസ്സോ കൂടുതൽ ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് കാശ് കിട്ടാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു മേഖല എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ കൺസിഡറേഷനിൽ വരുന്നത്. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാത്ത ഞാൻ 2000-3000 രൂപ വേറൊരു സ്ഥലത്ത് നിന്ന് ലോൺ എടുക്കുകയാണെന്നുള്ള തോട്ട് പ്രോസസ്സ് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ഒരു കുട്ടി ഇവിടെ ഇങ്ങനെ ട്രാപ്പ് ആയി എന്ന് വിചാരിക്കുക. ട്രാപ്പ് ആവുന്ന സമയത്താണ് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എഗെയിൻ വരുന്നത്. അത് അവന് പാരൻസിനോട് പറയാനോ അല്ലെങ്കിൽ പാരൻസ് വഴി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ഉള്ള ഒരു സാധ്യതയില്ലായ്മയും ചില കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു കാര്യം സ്റ്റുഡൻറ്റ് വന്ന് പറയുമ്പോൾ തന്നെ അവനെ അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യും, നീ അത് ചെയ്തിട്ടല്ലേ, നീ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് സംസാരിക്കുകയും അവനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് വരും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ എന്തിനെങ്കിലും കാശൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില പാരൻസ് ഭയങ്കര റെസ്ട്രിക്ഷൻസ് വെക്കും. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓക്കെയാണ്, പക്ഷേ പിള്ളേർക്ക് അറ്റാച്ച്മെന്റ് കുറയുന്ന രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ചില പാരൻസ് വെക്കും. അങ്ങനത്തെ ആൾക്കാരും ഇതിൽ പോയി ട്രാപ്പ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊരു അവയർനെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും, നമ്മളോടൊരു കാര്യം തുറന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ നെഗറ്റീവായി എടുത്ത് അവനെ തിരിച്ച് അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പെരുമാറത്തില്ല എന്നുള്ളൊരു ബോധം കൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന 90s കിഡ്സ് ഒക്കെ അച്ഛന്മാരായിട്ടുള്ളതും അതിന് മുന്നേ 80s ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാരൻസ് എന്ന് പറയുന്നത്. ഈ അത്തരം പാരൻസിനൊന്നും അറിയാത്ത എത്രയോ മടങ്ങ് കാര്യങ്ങൾ ഇന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാം. വീട്ടിൽ വെറുതെ റൂമിൽ കുത്തിയിരുന്ന് അവന് വേണ്ട കാശ് ഉണ്ടാക്കാൻ അവന് അറിയാവുന്ന കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട്
പണ്ടൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ അച്ഛന്മാരോട് മക്കൾക്ക് സംസാരിക്കാൻ പേടി, അമ്മ വഴി കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള ലെവലിലോട്ടൊന്നും ഇന്ന് പറ്റത്തില്ല. ഇന്ന് കുട്ടികളോട് ആ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ ഇവർ ട്രാപ്പ് ആവാൻ പോകുന്ന ചില സിറ്റുവേഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവാനും ഇവരെ അതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാനും പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്നത് നന്മ ഉദ്ദേശിച്ച് ചെയ്യും. അതായത് എൻ്റെ അച്ഛന് ഇതൊന്നും ചെയ്തു തരാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കൂടുതൽ വിഷമിക്കും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇതിന്ന് കുറച്ച് കാശ് എടുത്തോളാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. പിന്നീട് അതൊരു ട്രാപ്പിലോട്ട് പോയി ചാടുകയും ചെയ്യുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളും ഈ ലോൺ ആപ്പിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ലോൺ ആപ്പുകളുണ്ട്. ഇപ്പൊ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്, പോക്കറ്റ്ലി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ആപ്പുകളുണ്ട്. ഈ ആപ്പുകളാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പൈസ ലോൺ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക, ഫോണൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ട് മക്കളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇവർ എങ്ങനെയെങ്കിലും ഇത്തരം കാര്യത്തിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കി അതിന് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്.